إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ മറിയം 46-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ, ഖാല അറാഖിബു അൻത അൻ ആലിഹതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ആസർ ഇബ്രാഹിം നബിയോട് പറയുകയാണ്, അറാഖിബു അൻത അൻ ആലിഹതി, ഹേ ഇബ്രാഹിമേ, എന്റെ ഇലാഹുകളെ കുറിച്ച് നീ താല്പര്യമില്ലാത്തവനാണോ? യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി, നീ അതിൽ നിന്നും പിന്മാറുന്നില്ലെങ്കിൽ ലഅർജുമന്നക്, നിന്നെ ഞാൻ കല്ലെറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. വഹുജുർനി മലിയാ, നീ എന്നെ കുറെ കാലത്തേക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നീ എന്നെ വിട്ടേച്ചു പോകണം. നീ എന്നിവിടെ നിൽക്കാൻ പാടില്ല. എന്റെ ഇലാഹുകളെ എതിർത്തുകൊണ്ട് നീ എന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല എന്ന ശക്തമായ താക്കീതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവായ ആസർ നൽകുന്നത്. അങ്ങനെ നീ ഇതിൽ നിന്നും എന്റെ ഇലാഹുകളെ എതിർക്കുന്നതിൽ നിന്നും നീ പിന്മാറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വിട്ടുനിന്നില്ല എങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും എന്നാണ് ഇബ്രാഹിം നബിയുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകുന്ന ശക്തമായ താക്കീത്. നോക്കൂ, നിങ്ങൾ ഒന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി യാതൊരു വിശകലനത്തിനോ തയ്യാറാകാതെ നേർക്കുനേരെ അദ്ദേഹത്തിന്റെ ഇലാഹുകളെ, പിതാവിന്റെ ഇലാഹുകളെ, ആരാധ്യന്മാരെ എതിർത്തപ്പോൾ അതിശക്തമായി അദ്ദേഹം തിരിച്ചടിക്കുകയാണ്. പൂർവീകരായിട്ടുള്ള അദ്ദേഹം ശീലിച്ചു വന്ന ആ ശീലത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിച്ചു വരുന്ന ആ പിതാവിന്റെ അങ്ങേയറ്റം ദയനീയമായ ഒരു കാഴ്ചയാണ്, ഒരു സ്ത്രീയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതാണ് മുൻകാലത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളെ അവരുടെയൊക്കെ ശൈലി ഈ രൂപത്തിലായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി നമുക്ക് വരച്ചു നൽകുകയാണ്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.